ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങളിത് വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ഉമ്മച്ചി പറഞ്ഞത് നമുക്ക് എളാമ്മയുടെ വീട്ടിൽ പോകാം. പക്ഷേ ബൈത്തിയുടെ എളാമ്മയുടെ മോളുടെ വാപ്പാക്ക് വയ്യാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കാണാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുക. അപ്പോൾ ഉമ്മച്ചി പറയേണ്ട താമസം മിന്നെ എല്ലാം ഒരുങ്ങി റെഡിയായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും എളാമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇച്ചിരി താമസിക്കും, അപ്പം നിങ്ങൾ ഇച്ചിരി താമസിച്ചിറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഉമ്മച്ചി ഒരുങ്ങിയിട്ട് പോസ്റ്റ് അടിച്ച് അവിടെ ഇരിക്കുക. നമ്മൾ ഇതിനിപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിതേ വരുന്നുണ്ട്. അവർ പുന്നപ്പറയിൽ നിന്നും ഇരുവാടിൽ നിന്നും വരുന്നേ, രണ്ട് എളാമ്മമാരും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി. അപ്പോൾ അവരിതേ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി റോഡിൽ ചെന്ന് നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ റോഡിൽ ചെന്ന് നിൽക്കുക. എന്നിട്ട് അവരെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഇതേ വരുന്നെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കാണുന്നില്ലായിരുന്നു. അങ്ങനെ അതേ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് മഴ പൊടിച്ചു. ഞങ്ങളപ്പോൾ ഒരു കടത്തിണ്ണയിൽ കയറി നിന്നിട്ട് നോക്കിയപ്പോൾ അതേ ഒരു ഓട്ടോയുമായിട്ട് വരുന്നുണ്ടായിരുന്നു. കെബീറിക്കാന്ന് പറഞ്ഞൊരു ഇക്കയായിട്ട് ഓട്ടോയിലാണ് വരുന്നത്. എവിടെയെങ്കിലും പോയാലും പുന്നപ്പറയിൽ നിന്ന് ഇക്കയുടെ ഓട്ടോയിലാണ് വരുന്നത്. തിരിച്ചും ആ ഇക്കയുടെ ഓട്ടോയിൽ തന്നെയായിരിക്കും ഞങ്ങൾ വരികയും ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളതേ ഓട്ടോയിലൊക്കെ കയറി. പിന്നെ അപ്പോൾ തലവടിയിലാണ് എളാമ്മയുടെ വീട്. ഞങ്ങൾ പിന്നെ അതേ അങ്ങോട്ടത്തേക്ക് പോകുക. അവരെല്ലാവരും ഉണ്ടായിരുന്നു. പുല്ലായിൻ്റെ താറളമ്മായി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോയി. അപ്പം പകുതി എത്തിയപ്പോൾ പറഞ്ഞാൽ ഈ 2 കവർ പാലും കൂടെ വാങ്ങിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു കടയിൽ കയറി പാല് വാങ്ങിച്ച്. അപ്പോൾ മിന്നാക്ക് 2 മിഠായിയൊക്കെ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളിത് ഓട്ടോയിൽ കയറി അവിടെ ചെന്ന് ഇറങ്ങി. അപ്പോൾ എന്തെങ്കിലും മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുഞ്ഞ് നനയുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനും മിന്നായും കൂടെ ഓടി അവരുടെ വീട്ടിലോട്ട് പോയി. പിന്നെ ഞങ്ങൾ നേരെ ഷെബായിത്തയുടെ വീടിൻ്റെ അകത്തോട്ടാണ് കയറിയത്. മഴ ആയതുകൊണ്ട് മിന്ന നനഞ്ഞില്ലായിരുന്നു. ഞാൻ ബാഗ് എടുത്ത് തലയിൽ വെച്ചിട്ടാണ് ഞാൻ ഓടിയത്. അങ്ങനെ പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരുടെ വാപ്പാക്ക് വയ്യാത്തത് കൊണ്ട് വാപ്പായെ കണ്ടു. അവിടെ ഇരുന്ന അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന് കയറിയപ്പോഴത്തേക്കും അവിടെ ഒരു മാടത്തേനെ കണ്ടു. ഞാൻ പിന്നെ മാടത്തിനെ നോക്കി കുറേ നേരം ഇരുന്നപ്പോൾ അപ്പുറത്തുനിന്ന് ഷെബായിത്തി അപ്പുറത്തായിരുന്നു, ഉമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ഷെബായിത്തിയും കുഞ്ഞും കൂടെ വന്ന് അങ്ങനെ ഞങ്ങൾ മാടത്തേയുമായിട്ട് ഞാനും മാടത്തേയും കൂടെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അകത്തൊക്കെ കയറിയിരുന്ന് പിന്നെ അതേ മഞ്ച് കഴിച്ച്. മിന്നാക്കപ്പോൾ ഒരു പാവേനെ സനാമോൾ കൊടുത്ത്. പിന്നെ ആ പാവയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന്. അപ്പം ഞാൻ വീണ്ടും മാടത്തെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ മാടത്തിയായിട്ട് കളിക്കുവാണേ. മാടത്തെ എന്നെ കണ്ടുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. ഇങ്ങനെ കുത്താനൊക്കെ വന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര അലമ്പുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നജിമാളാമ്മയുടെ വീട് അതിൻ്റെ അപ്പുറത്താണ്. ഞങ്ങളപ്പോൾ അങ്ങോട്ടേ നടക്കുക. അപ്പം നടക്കുന്ന വഴിക്ക് അത്യാവശ്യം അവിടെയൊക്കെ വെള്ളമുണ്ട്. നജിമാളാമ്മയുടെ വീട്ടിൽ വെള്ളമില്ലായിരുന്നു, വഴിയിലൊക്കെ നിറച്ച് വെള്ളമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഷൂ ഒക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. ഷൂ ഒക്കെ ഊരി മിന്നായി എടുത്തു. അങ്ങനെ പോകാൻ നേരത്ത് പരിചയമില്ലാത്ത മുഖമാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവർ പോത്ത് ഞങ്ങളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്ന് തലയൊക്കെ കുലുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് കയറി. നജിമാളാമ്മയുടെ വീടിൻ്റെ അകത്തോട്ടൊക്കെ കയറി. കുല്ലായിനായും മിന്നായും കൂടെ അകത്തോട്ട് ആദ്യം കയറി അവിടെ ഇരുന്നു. പിന്നെ നജിമാളാമ്മ വാഴക്കപ്പവും ഉണ്ടയും സുജീനും ഒക്കെ കൊണ്ട് തന്നത്. അവർക്ക് കട്ടൻ ചായയൊക്കെ കൊടുത്തു. പാൽ ചായ അപ്പുറത്ത് നിന്ന് കുടിച്ചത് കൊണ്ട് കടും ചായ മതിയെന്ന് പറഞ്ഞുകൊണ്ട് കടും ചായ അങ്ങോട്ട് കൊടുത്തു. ഇതാണ് ഞങ്ങളുടെ സനാമോളുടെ കളിക്കുന്ന സാധനം വെച്ചത്. 2 പേരും കൂടെ ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ 2 പേരും കൂടെ നേരെ നോക്കി ചില നേരത്തൊക്കെ വഴക്കാണ് 2 പേരും. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ലായിരുന്നു. 2 പേരും കൂടെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ നജിമാളാമ്മയുടെ വീട്ടിലും പൂച്ചയും ഉണ്ട്, ഒരു കിളിയും ഉണ്ട്. പൂച്ച ഒരു 3 വലിയ പൂച്ചയാണ്. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഇരുട്ടായതുകൊണ്ട്. ഒരു കിളിയുമാണ് ഞങ്ങളെ പരിചയമില്ലാത്തതുകൊണ്ട് കീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയെല്ലാം സംസാരിച്ച് വർത്താനെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ രാത്രിയായി. അത്യാവശ്യം ഇരുട്ടിയത് കൊണ്ട് ഞങ്ങളത് എല്ലാവരും ഇറങ്ങി യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ കയറി. ഞങ്ങൾക്ക് പൊറോട്ട വാങ്ങിക്കണമായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പൊറോട്ട എല്ലാം വാങ്ങിച്ചു. വൈകിട്ടത്തേക്ക് വേണ്ടി പൊറോട്ടയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലവിടെ വന്ന് ഇറങ്ങി. അവരങ്ങ് പോയി. ഞങ്ങൾ പിന്നെ പതുക്കെ നടന്ന് ഇടവഴി കൂടെ അങ്ങ് നടന്ന് കയറി വീട്ടിലോട്ട് വന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. സപ്പോർട്ട് ചെയ്തേക്കണേ.